ഇത് നല്ല ഭംഗിയുണ്ട്. മറ്റേ ചെമ്പല്ലിയുടെ കൂട്ട് തന്നെ റെഡും ഉണ്ട്. പെരുമ്പാവിൻ്റെ കൂട്ടുണ്ട് സാധനം. സംഭവം അത്യാവശ്യം സൈസ് ഇല്ല, പക്ഷെ ഇടുക്ക കരി വള്ളി കയറി കറക്റ്റ് അടി വരും. ഇവിടെ ചെന്നാൽ കമ്പും കവല ഉണ്ടല്ലോ നമുക്ക്. നല്ല ഹെവി സൈസ് കരിയും കേട്ടോ. കണ്ടാ അവിടെ നമുക്ക് കൈവെള്ളക്കെട്ടിലുണ്ട്. കണ്ടേ കറക്റ്റ് അടിയായിരുന്നു. സെൻട്രിൽ കൂടെ കയറിയിരിക്കുന്നത്. സ്ലിംഗ് ഷോട്ടാട്ടോ. നമ്മൾ സ്ലിംഗ് ഷോട്ടെ പിടിച്ചതിൽ ഏറ്റവും വലിയ കരിമീൻ കേട്ടോ. സൈസ് കരിമീൻ. ഇത് ഭംഗി കാണിച്ചു കൊടുത്തോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് നല്ല കിടുക്ക് കരിമീൻ. പൊളി പൊളി മോനെ. നീ എനിക്കുന്നുണ്ടായിരുന്നതാ നിങ്ങളുടെ വീഡിയോയിൽ. അടികൊണ്ട് പറക്കുന്നത് നിച്ചൽ നോക്കട്ടെ. എന്ത് വലിയ കണ്ണു. ഈ കണ്ണും കൊണ്ട് ഇവിടെ വല്ല ഇരുന്നപ്പോഴാണ് കണ്ണും കൊണ്ട് നിലാവ് കാര്യമില്ലല്ലോ. അടിച്ച് കിഴിച്ച് ഈ കണ്ണും കൊണ്ട് നിലാവ് കാണാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്തായാലും ഇടുന്നത് കോരിലേക്ക് ഇടുന്നുണ്ടോ? ഞാറുണ്ടോ? നീ പോട്ട് വന്നിട്ട് എടുക്കാം. നീ വണ്ടിയോടല്ലേ ഇങ്ങനെ എടുത്തോ? വണ്ടി ഓടിക്കുന്നുണ്ടോ? നീ പോയിട്ട് പറഞ്ഞു. ഞാൻ ഈ മീനെല്ലാം വെച്ച് എങ്ങനെ എടുക്കുന്നത്? അവിടെ ഇതിനെ ചന്തി കഴിഞ്ഞു. ചന്തിയില്ലതിനേക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വന്ന വഴികൂടെ നട്ടാൽ മതി. ഇട്ടിലേറ്റം ജാൻഡി സാധനം കഴുകിയാൽ ഇതിന്റെ കറക്റ്റ്. ഈ വഴിക്ക് അടിച്ചല്ലേ ഇവിടെ വലിയൊരു ക്യാപ്പ്, ഇവിടെ കൊച്ചി ക്യാപ്പ്. നമ്മുടെ നാടൻ കരിമീൻ ഇതുണ്ടാ. സൈസ് ഉണ്ട് നിങ്ങൾ. നമ്മുടെ കൈപ്പത്തിയേക്കാട്ടിലും വലിപ്പമുണ്ട് കേട്ടോ. നല്ല പൊളി സാധനം. ഒരു രക്ഷയില്ല. ഫസ്റ്റ് അടിക്കാൻ കിട്ടി കേട്ടോ. നമുക്ക് സ്ലിംഗ് ഷോട്ടിൽ നമുക്ക് കിട്ടിയത് ഏറ്റവും ജൈൻറ്റ് കരിമീനാട്ടോ. കരിമീൻ മാത്രമല്ല കിട്ടി, നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ പിടിച്ചത് ഏറ്റവും വലിയ മീനായില്ല. അടിപൊളി. അങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയൊക്കെ കാണിച്ചു അവനെ കാണിക്കാൻ കേട്ടോ. ബക്കറ്റ് കരിമീനെ കുളിപ്പിച്ചെടുക്കും. റെഡി ചെയ്തോ?
ഇവിടെയാ ചുമ്മാ പോർ ചെയ്തല്ലോ കേട്ടോ. ഈ സാധനത്തല്ല അടിച്ച് ടാഗ് വെച്ചിട്ട് ഇന്നലെ എവിടെ കൊണ്ടിട്ടാ കൊല്ലന്മാരൊക്കെ കാണുമായിരിക്കില്ലേ. ആലയിലൊക്കെ കൊണ്ട് അടിച്ച് ചരിഞ്ഞ് കിടക്കും. ഞാൻ പെട്ടെന്ന് അടിയാൻ എനിക്ക് പോകണം. ഒത്തിരി പരിപാടിയുണ്ട്. പെട്ടില്ലെന്ന് വെറുതെ ഫ്ലാഷ് ഓണാക്കും. എടാ ഫ്ലാഷ് ഇടാ. കറക്റ്റ് കിട്ടത്തില്ല. ഇത് ഓണം കിട്ടിയതിൽ സൈസ് കരിമീൻ പിടിച്ചതിൽ ഏറ്റവും വലിയ കരിമീനാണ് സ്ലിംഗ് ഷോട്ട്. അതുകൊണ്ട് പൊള്ളി കരിമീൻ്റെ ഒക്കെ ഡിസൈൻ കണ്ടു നിങ്ങൾ. ഇവിടെ ഇങ്ങനെ പച്ച വരവരയുണ്ട് എന്താ. പിന്നെ ഗോൾഡൻ കുത്ത് ഗോൾഡ് കുത്തുണ്ട്. നീ എന്നെ എന്തെങ്കിലും പറഞ്ഞെടുത്തേ. നീ എന്തൊക്കെ പറഞ്ഞു ചുമ്മാ തള്ളി മറിക്കും. ഇവിടെ 4 ആൾ അറിയട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിക്കടാ. അത് അപ്ലോഡ് ചെയ്തില്ലല്ലോ. അറിയാതെ കയ്യിൽ നിന്ന് പോവാണ്. മര്യാദക്ക് വീഴി എടുക്കണം. എടുക്കണം ഒന്ന് കളിക്കാം. എന്നിട്ട് വാ. അങ്ങനത്തിലൊക്കെ പണിയായിട്ട് ഇതിലൊക്കെ പറ. എനർജി ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി. നൈറ്റിൽ ഞങ്ങളുടെ ഫിഷിങ്ങാണ്. വരാനുള്ള തീറ്റ കഴിക്കാൻ വന്നപ്പം നീ എടുത്ത് ഞാൻ എടുക്കുന്ന നോക്കണേ. ഞാനത് അനുസരിച്ച് കട്ടി മാറ്റിക്കോളാം. അന്നത്തെ കൂടെ തേങ്ങ കളയില്ല. പോയിട്ട് വന്നിട്ട് അത്യാവശ്യം പരിപാടിയൊക്കെ പഠിച്ച് സ്ക്രീൻ ഷോട്ടിൻ്റെ കേട്ടോ. എൻ്റെ ഒറ്റ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല ഇതാ പോയിരുന്നു. അല്ല വേറൊരെണ്ണം അങ്ങോട്ട് പോയി. ആ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയി. ഞാനതാ എന്ന് പറഞ്ഞത് പോയെന്ന്. നമ്മള് ചെമ്പല്ലി അടിച്ചെടുത്തിരിക്കുന്നത്. നാടൻ ചെമ്പല്ലി. ചെറുതായിട്ട് ഇന്നത്തെ നൈറ്റ് ഫിഷിങ് പൊളി വരുന്നുണ്ട. ചെമ്പല്ലി, നാടൻ ചെമ്പല്ലി. എന്നിട്ട് റെഡ് ചെമ്പല്ലി അല്ല കേട്ടോ. ഇതാണ് ആറ്റ് ചെമ്പല്ലി. ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെയാണ് പറയാം കേട്ടോ. ആറ്റ് ചെമ്പല്ലി എന്നാണ് പറയുന്നത്. ഇതും നല്ല അത്യാവശ്യം സൈസുള്ള ചെമ്പല്ലിയാണ് കേട്ടോ. ഇതിൻ്റെ കളറുണ്ടോ? ഇത് നല്ല ഭംഗിയുണ്ട്. മറ്റേ ചെമ്പല്ലിയുടെ കൂടെ തന്നെ റെഡും ഉണ്ട്. ഇതുണ്ട് നല്ല കിട്ട്. നല്ല കാണാൻ നല്ല ഭംഗിയാട്ടോ. അതിന് ഫിന്നലെല്ലാം റെഡ് കളറാണ് ഉണ്ടോ. നല്ല മുള്ള. ഇതിൻ്റെ ഏകദേശം സാധനം നമ്മുടെ കല്ലുമുട്ടിയുടെയൊക്കെ ആ ഒരു കൂട്ടാണ്. ഇച്ചൂടെ സൈസാകും. ഇച്ചൂടെ നല്ല സൈസാകും. പൊളി കണ്ടല്ലോ. നാടൻ ചെമ്പല്ലി. വന്ന വഴിക്ക് നമ്മൾ നാടകനെ കണ്ടു കേട്ടോ. നമ്മൾ ഇരിക്കുന്ന കല്ലിന് ചൂട്ടിട്ടുണ്ട് കേട്ടോ. നാടകനെ കണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടില്ല ഈ പൊട്ട് ഇങ്ങോട്ട് കുക്ക് ചെയ്താൽ ഈ പൊത്തുണ്ടോ അതാണ് അടിച്ചു. അങ്ങനെ കൊത്തിട്ടുണ്ട്.
കേട്ടോ. പോയി ഈച്ചടിച്ചിട്ട് പോയി. അടുത്ത് നോക്കണേ, ചിലപ്പോ അത് ഇറങ്ങി വരുന്നത്. മീനെ കാണാടോ, ഇറങ്ങി വരുന്നുണ്ടോ? കണ്ടോ 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 കാണാടോ ഇറങ്ങത്. ഇവിടെ ഫോക്കസ് ചെയ്തോ, നീ ഫ്ലാഷ് ഇടാ അതിന്റെ. ആരും വന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടോ അത്യാവശ്യം സൈസ് കൂടെ തന്നെ, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. അടിച്ചിട്ടുണ്ട് കിട്ടിയ പൊളിയായിരിക്കും കേട്ടോ. ഞാൻ അടിച്ചിട്ടുണ്ട്. എടാ ഭയങ്കര കൊണ്ടുപോയി. വിളിച്ചു കുഞ്ഞത് മതി. ഇതങ്ങോട്ട് എടുക്കുന്നു, അന്നേരം നമ്മൾ വെട്ടിക്കും കേട്ടോ. നമുക്ക് കാണാം ഇങ്ങനെ ഈ പൊത്തിൻ്റെ കൂട്ട് ഫോക്കസ് ചെയ്യും. കമ്പൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് കൂടി വെച്ച് നോക്കാം. സൈഡിൽ നിന്നാണ് കടിക്കാൻ, എനിക്ക് അതുകൊണ്ടായിരിക്കും അത് വിട്ടുപോകുന്നത്. അകത്തോണ്ട് ചവയ്ക്കുകയാണ്, എന്ത് സംഭവം? നീ വലിക്കല്ലേ എന്നിട്ട് പോയാ വെളി വെച്ചു. അവനെ പിന്നെ കൊടുക്കാതെ ഇടുന്നില്ല, അവൻ പോർക്ക് വെച്ചാ തിന്നുന്നു. വലിച്ചോ? ഞാൻ പറഞ്ഞില്ല അവൻ പോർക്ക് വെച്ചാ തിന്നുന്നത്. അവൻ നൈസായിട്ട് ചുറ്റിനെ കടിച്ച് വരച്ച് തിന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കണം. ശരിക്കും പറ്റിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് പോരട്ടെ. ഇച്ചിരി വലിപ്പമുള്ളതാ. ഷാട് പോക്കുന്നത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൈസ് കണ്ടല്ലോ, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. സൈഡിലാണ് പിടിച്ചിരുന്നാല് വലിക്കട്ടെ. മൈനാകുമ്പോ പിന്നെ അതിനെ കണ്ടോ ലൂസാവുന്നുണ്ട്. അവനവിടുന്ന് കട്ട് ചെയ്ത് കഴിക്കുക. അവനകത്തോണ്ടിട്ട് കൊത്തുവാടാ. അതാണ് സംഗതി. രണ്ട് മാസം കൊണ്ട് പിടിക്കുന്നുണ്ട്. ഇനി ഇവനെ കൊണ്ട് പോകുന്നുണ്ട്. വള്ളി അനങ്ങുന്ന പോലും ഇല്ല. ഇവൻ വെളിയിലോട്ട് വരുമ്പോൾ തലയ്ക്കൊരു കുത്തം കൊടുത്തല്ലേ.
എടുക്കുകയാണ്. കുഴപ്പമില്ല, താളി കൊടുക്കണ്ട. നേരെ നേരം കൊണ്ട് ഞങ്ങളായിട്ട് കളിപ്പിക്കുന്നു. നല്ല നീളം കുറവ്, പക്ഷെ നല്ല വണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ് ആരകൻ, പനയാരകൻ എന്ന് ഞങ്ങളിവിടെ പറയും. ആരൻ, പനയാരകൻ അങ്ങനെയൊക്കെ പറയും കേട്ടോ. പൊളി സാധനം. നമ്മൾ എന്തായാലും സാധനം കൊണ്ടുപോയി അറിയാം. വരാനും കൊടുക്കാനുള്ള സാധനം എല്ലാം ആകാൻ തിന്നായി. പിന്നെ ഞങ്ങൾ വെറുതെ വിടുവോ? കട്ടപ്പെട്ട് വീഴ്ച പിടിച്ച സാധനം ഇടുക്കാൻ ചേച്ചി അതിന്റെ പിടപ്പം നിന്നാൽ അതിനെ കറക്റ്റ് കാണിക്കുന്നത്. റോളോട്ട് കൊണ്ടുപോകും കേട്ടോ. എത്ര മീൻ തന്നെ എന്റെ ദേഹത്ത് മുള്ളുണ്ട് കേട്ടോ. ഉണ്ട് എന്റെ ഡിസൈൻ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്റെ ദേഹത്ത് മുള്ളുണ്ട്, അതാണ് പ്രശ്നം. കണ്ണം പോലെ ഡിസൈൻ ഉണ്ട് എന്റെ ദേഹത്ത്, കണ്ടോ? ഭയങ്കര ഊരാട്ടോ. ആ സെയിം ശരി കേട്ടോ. പെരുമ്പാവിൻ്റെ കൂടെ ഉണ്ട് സാധനം. സംഭവം അത്യാവശ്യം സൈസ് ഇല്ല, പക്ഷെ 2 പ്ലേറ്റ് ചോറുണ്ണാനുള്ള സാധനം ഉണ്ട് കേട്ടോ. ആദ്യം വറുത്ത് വെച്ചിട്ട് ഇവന്റെ മണം അടിച്ച് നമ്മൾ ചോറുണ്ണണം. അടുത്ത വിളമ്പിയിട്ട് നമ്മൾ ഇതിനെ അങ്ങനെ അരക്കിലോ മീൻ തിന്നതാ. ഇവനെ മണ്ട കാണിച്ചടാ. പെരുമ്പാമ്പും കുഞ്ഞ് അല്ല ഇത് കണ്ടോ, നിങ്ങൾ ഇത് കണ്ടോ? ഭയങ്കര ഇതാട്ടോ. മണ്ടയ്ക്ക് മുള്ളുണ്ടേ. ഇതുണ്ടോ? ഫോക്കസ് ചെയ്തറാവണം. എൻ്റെ ഇവിടെ ഇതുണ്ടോ? ഇവിടെ കംപ്ലീറ്റ് മുള്ള കേട്ടോ. കണ്ടോ? ഇത് കൊണ്ട പണി കിട്ടും. അതുകൊണ്ട് ഇവിടെ വരെ അങ്ങനെ മുള്ളുണ്ട്. നമുക്ക് കയറി ഇങ്ങനെ ഡയറക്റ്റ് മറ്റേ മനഞ്ഞിനെ ഒന്നും പിടിക്കുന്ന പോലെ കയറി പിടിക്കാൻ പറ്റത്തില്ല. ഈ വാലിൻ്റെ അങ്ങോട്ടില്ല കേട്ടോ, ഇവിടെ ചിറക് പോലെ. ഇതിൻ്റെ ഇങ്ങോട്ട് ഇത്രയും ഭാഗത്തായിട്ട് മുള്ള. ശകലം ഡേഞ്ചർ കേട്ടോ. പക്ഷെ എൻ്റെ വാ പിന്നെ ചെറുതാണ്, അത്ര മറ്റേ ലാഞ്ചിലോട്ട് അത്ര സൈസില്ല, ചെറിയ വായാണ് എൻ്റെ വാ. അതാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തോ ഇത്ര ഇതിനെ പിടിക്കാൻ വേണ്ടി. ഇത്ര ഉള്ളെങ്കിൽ ഇവന് ആശം കുറേ നമ്മുടെ തീറ്റ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വയറിരിക്കുന്നുണ്ടോ? ഇത് മൊത്തം നമ്മളിപ്പോൾ കൊടുത്ത സാധനമാണ്. ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എടുക്കും കേട്ടോ. എന്താ പണി നമ്മുടെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നല്ല വെട്ടിച്ചിൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും ബൈ. എന്റെ ഫോണ് കണ്ടന്റിന് വേണ്ടി ചെറുതായാലും ആദ്യം ഉക്കപ്പെടുത്ത വേണ്ട ലോഡ് ഉണ്ടാകത്തോട്ടുള്ളേ. കടലിൽ നിന്ന് പിടിച്ചിട്ടന്ന് ഒരു പുള്ളി അടിച്ചില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചാടിപ്പൊന്ന കടലിൽ നിന്ന് ഒരു പുള്ളി പിടിച്ചിട്ട് ഇതുപോലെ അടിച്ചു. അത് പാമ്പ്. ഏലും പാമ്പിന്റെ ഒക്കെ ഏകദേശം ഇതിനായിട്ട് വരും. പക്ഷെ അതിന് മുള്ളൊന്നും ഇല്ലല്ലേ, പക്ഷെ അതിനാരും എടുക്കത്തില്ല. ഇവനീ അതെല്ലാം പിടിച്ച് തിന്നു.